ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പ്രവാസി സമൂഹത്തെ അഭിസംബോധന ചെയ്യാനെത്തിയ മോദിക്ക് ആവേശം നിറഞ്ഞ വരവേൽപ്പാണ് ലഭിച്ചത്. UAE ഇന്ത്യയിൽ 4.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്നും ഇന്ത്യയുടെ UN സ്ഥിരാംഗത്വത്തിന് UAEയുടെ പിന്തുണ ഉറപ്പാക്കിയെന്നും പ്രധാനമന്ത്രി സന്ദർശനത്തിന്റെ നേട്ടമായി എണ്ണി പറഞ്ഞു. ഭീകരവാദത്തിനെതിരെ പോരാടാൻ ഇരു രാജ്യങ്ങളും ഒന്നിച്ചു നിൽക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. തീവ്രവാദത്തെ നിർവചിക്കുന്നതിൽ ഐക്യരാഷ്ട്രസഭ പരാജയപ്പെട്ടുവെന്ന് കുറ്റപ്പെടുത്തി. മുൻ പ്രധാനമന്ത്രിമാർ UAE സന്ദർശിക്കാത്തതിനെ മോദി വിമർശിച്ചു. 700 से भी अधिक फ्लाइट आती है, लेकिन भारत के प्रधानमंत्री को यहाँ आने में 34 साल. പ്രവാസി ക്ഷേമത്തിനായി പദ്ധതികളൊന്നും മോദി പ്രഖ്യാപിച്ചില്ല. തൊഴിലാളികൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ കോൺസുലർ ക്യാമ്പുകൾ സ്ഥാപിക്കും. മൈഗ്രേഷൻ പോർട്ടിലെ സാങ്കേതിക തകരാർ പരിഹരിക്കും. കൂടുതൽ സ്കൂൾ അനുവദിക്കാൻ അധികൃതരോട് ആവശ്യപ്പെടും. എന്നിവയിൽ ഒതുങ്ങി പ്രവാസി ക്ഷേമം. UAE ഭരണാധികാരികളെയും പ്രവാസികളെയും പ്രകീർത്തിച്ച മോദി മലയാളത്തിൽ പുതുവത്സരാശംസകളും നേർന്നു. മലയാളി സഹോദരക്ക് എന്റെ ഹൃദയം നിറഞ്ഞ നവവത്സര ആശംസഫല. പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ പ്രവാസികളുടെ കുടുംബത്തെ ഓർത്തു. ഗൾഫിലേക്ക് വരുന്ന വിമാനങ്ങളുടെ എണ്ണം ഓർത്തു. പക്ഷേ പ്രവാസിക്ക് വേണ്ടി ഒരു പദ്ധതി പ്രഖ്യാപിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞില്ല. ക്യാമറ പേഴ്സൺ യൂസഫ് അലിക്കൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്.